ഇന്ന് പഴവും ഗോതമ്പും വെച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ആ പഴം ഞാൻ 3 കഷ്ണങ്ങളാക്കിയിട്ട് ഇനി അത് കൊത്തി ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊത്തി ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് കഴിയണില്ല. അപ്പോൾ ഞാൻ വേറൊരു ഇത് വെച്ചിട്ട് കുത്തി ഉടച്ചെടുത്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കൊത്തി ഉടച്ചെടുക്കുക. അപ്പോൾ ഇവിടെ അതാ നന്നായിട്ട് കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തേങ്ങ ചിരവിയത് അതിട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ മിക്സ് നന്നായി ചെയ്തതിന് ശേഷം അതിലോട്ട് ഇനി ഇട്ട് കൊടുക്കണത് ഒരു 3 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ മധുരം വേണ്ടാത്തവർക്ക് മധുരം കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. മധുരം ഇല്ലാതെ ഇതുണ്ടാക്കാം. ഞാൻ ഇവിടെ മധുരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 സ്പൂൺ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഇനി ഇതിലോട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചു. ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തോനെ വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ ഇനി നമുക്കിത് ചെറിയൊരു ഉരുളാക്കിയിട്ട് അതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വലുതാക്കി വെച്ച് കൊടുക്കണ്ട, ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. വലുതാക്കി വെച്ച് കൊടുത്താൽ അത് വെന്ത് കിട്ടൂല. അപ്പോൾ ചെറുതാക്കി വെച്ച് കൊടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണം. അപ്പോൾ എല്ലാവരും ഇത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.